ഇപ്പൊ ഇന്നത്തെ കാണുന്നത് അവരുടെ ചെയർമാൻ ഓഫ് ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂം എന്നാണ്. അയാളെ ചെയർമാനായിട്ടാണോ ശക്തിക്കൊത്ത സംഘടന. അതുകൊണ്ട് ഇനി അടുത്ത സ്ഥാനം മൂപ്പർക്ക് നേരെ മുഷാവറേക്കാണ്. അപ്പോ ഇതാണ് ഇതിന്റെ വിഷയം. ബാക്കിയുള്ള ആളുകൾ കൈവന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് സമയാസന്നങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ അരമണിക്കൂർ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു, ഉസ്താദുമാർ ആരും അത് മറുപടി പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരളയും കീഴ്ഘടകവും അംഗീകരിക്കുന്ന സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റിയ അനദലുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് വിശദീകരിക്കുക. ഹലോ മദീന, ഇതേ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച ശേഷം ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം അതിന് നൂർ ഫൈസി ഉസ്താദ് മറുപടി പറഞ്ഞതാണ്. നിങ്ങളുടെ ചോദ്യത്തിന് അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു മുടി ഉണ്ടാവണം ഒരു നിർബന്ധമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു മുടി കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവണം എന്നൊരു നിർബന്ധമല്ല. നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ആളുകൾ സാധാരണ വന്ന് ചോദിക്കാറുണ്ടല്ലോ, തെർബിയത്തിന്റെ ശൈഖന്മാർ നിങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ വ്യാജമാണ്. അപ്പൊ ഒരാൾക്ക് ഒരു തെർബിയത്ത് ലഭിക്കണ്ടേ? ഏതെങ്കിലും ഒരു മുറബിയ ശൈഖിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ എന്താ മറുപടി പറയില്ല, അങ്ങനെ ഒരു നിർബന്ധമല്ല, കണ്ടെത്തിപ്പെട്ടാൽ മാത്രം ചെന്നാൽ മതി, അങ്ങനത്തെ സാധനം ഇപ്പൊ കാണാൻ കൂടൂല. അതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ തിരുകേശത്തിന് പോയി മാത്രം ബർക്കത്തെടുക്കുക ഒരു പരിപാടി സുന്നത്ത് ജമാഅത്തിനില്ല. അത് ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ബർക്കത്തെടുക്കാം, അത്രമാത്രം. അല്ലാതെ അത് തേടിപ്പിടിച്ച് അതിൽ പോയി അത് എല്ലാ വ്യാജമായ മുടികളും കൊണ്ടുവന്ന് അത് അങ്ങനെ ബർക്കത്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ബർക്കത്തെടുക്കാൻ കൊണ്ടുവന്നത് അതിന് സമ്മതിക്കണില്ല എന്നുള്ള രൂപത്തിലല്ലേ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? പ്രവാചകന്റെ അതല്ലാത്തൊരു കേശം കൊണ്ടുവന്ന് അതിൽ ബർക്കത്തെടുക്കാൻ ആളുകൾ അനുവദിച്ച് അതിലൂടെ കോടികൾ തട്ടിയെടുക്കാനുള്ള സംവിധാനത്തെ സമസ്ത കേരളന്മാരെ പറഞ്ഞോ, അവിടുത്തെ അവിടെ പോയി മുടിക്ക് ബർക്കത്തെടുക്കണം. നിങ്ങളുടെ വ്യാജ സമസ്തയും യഥാർത്ഥമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഒന്നിച്ചുണ്ടാവുന്ന സമയത്ത് എല്ലാവരും അംഗീകരിച്ചതല്ലേ? അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട തെളിയിക്കപ്പെട്ട പല മുടികളുമുണ്ട് ലോകത്ത്. അവിടൊക്കെ പോയി ബർക്കത്തെടുത്തോളി. എന്താ വിവാദമായ മുടി തന്നെ ബർക്കത്തെടുക്കണമെന്ന് ലത്തീഫിയുടെ മുടി അഭിപ്രായമുണ്ടോ? ജമ്മു കാശ്മീരിലെ ഹസ്രത്ത് ബാൽ മസ്ജിദിലെ പള്ളിയിലെ കേശത്തിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും ഇത്ര കാലം അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? ലത്തീഫി എത്ര അടുത്തല്ലേ, അത് വെല്ലൂരല്ലേ? എന്തെങ്ങൾ അവിടുന്ന് ഒരു ബർക്കത്തെടുക്കേണ്ട ടൂർ നടത്താൻ? അപ്പോ അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ മുടികൾ ഉണ്ടാവാം. പിന്നെ അല്ലാതെ ഇതുമായി ഒരു പ്രചരണമോ ഒരു വെല്ലൂർ ലത്തീഫിയിൽ ഇങ്ങനെ ഒരു മുടിയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കാറോ ഒന്നുമില്ല. അതിനെപ്പോലും നിങ്ങളിപ്പോ ചോദ്യം ചെയ്യണത് അതിന് സനതുണ്ടോ? ചിലവർക്ക് ചോദിക്കും, ചിലവർക്ക് പറയും നിങ്ങൾ സനതുണ്ട് എന്ന് പറയും. അപ്പോ അങ്ങനെ ഒരു അതിന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നല്ല. അതിപ്പോ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഇപ്പൊ ഇവിടെ മുടി വരുന്നത് കൊണ്ട് ഈ മുടി വരുന്നതിന് മുമ്പിൽ ആളുകളെ ലത്തീഫിയിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആളുകളും നിങ്ങളും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും ഒരു പബ്ലിസിറ്റി ആരും കൊടുക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിലൊന്നും അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് എടുക്കുന്നതിന്റെ തെളിവ് തന്നെയല്ലേ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി കാസിമിയുടെ പ്രഭാഷണ വേദിയിൽ 2 കുപ്പി ആക്കപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്നപ്പോൾ അത് കൊടുത്ത് ദാറുൽ ഖുർആന് വേണ്ടി 25,000 രൂപ വെച്ച് സംഭാവന വാങ്ങിയത്, അതിന്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിച്ചത്. അങ്ങനെ അതിന്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിക്കുകയും ഒറിജിനലിന് എപ്പോഴും അത് പുകഴ്ത്തുകയും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതേസമയം ഇവിടെ അല്ലാത്തതിനെ ആണ് എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വ്യാജമാരോപിക്കൽ, പ്രവാചകനല്ലാത്തതിനെ പ്രവാചകനാണെന്ന് ചിത്രീകരിക്കൽ അത് വൻ പാതകമാണ്. അതൊരിക്കലും നമ്മൾക്ക് ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് വലിയ അപകടമാണ്. അതാണ് പ്രശ്നം. ഇങ്ങനത്തെ ആലിമീങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഴുവൻ ആലിമീങ്ങളും നിങ്ങളുടെ കാര്യങ്ങളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള 100 കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ
സനദുകൾ ആദ്യം നെസബ വായിച്ച് അത് സനദാണെന്ന് പറഞ്ഞ്, പിന്നെ അത് നെസബയാണെന്ന് പറഞ്ഞ്, പിന്നെ അതല്ല സനദ് വേറെ സനദുണ്ട് എന്ന് പറഞ്ഞ്, രണ്ടാമത്തെ മുടിയുടെ സനദ് വയ്ക്കുമ്പോൾ ഒന്നാമത്തെ മുടിയുടെ സനദ് പറഞ്ഞ്, ഒന്നാമത്തെ മുടിക്ക് ഫിർദൗസി സനദ് പറഞ്ഞ്, രണ്ടാമത് ജാലിയ സനദ് പറഞ്ഞ്, മൂന്നാമത് ബറക്കാത്തി സനദ് പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിട്ട് തിരിക്കുന്ന ഈ തിരിമറി ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പ്രവാചകരുടെ വികൃതമാക്കുന്ന രൂപത്തിൽ, ഒരു കാട്ടാളനായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം വലിയ കേശം മുടികളായിരുന്നു എന്ന രൂപത്തിലൊക്കെ ചിത്രീകരിക്കുന്നത് ഞങ്ങളെ പ്രവാചകനെ അങ്ങനെ ചിത്രീകരിക്കാൻ ഏതെങ്കിലും ആസാറുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി ബർക്കത്തെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ വിഷയ സംബന്ധമായി ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആൾ വിളിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് മൈക്ക് എടുത്താണ്. ഇവിടെ ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് നമ്മുടെ പ്രവർത്തകർ മനസ്സിലാക്കാനും കൂടി. ഇവിടെ എന്തുകൊണ്ട് അവർക്ക് മുടി മുറിച്ചു കൊണ്ടുവന്നുകൂടായിരുന്നു ഒരാൾ ചോദിച്ചു. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള മുടി മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം എന്നും പറഞ്ഞു. യഥാർത്ഥ ഇത് മുറിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയുള്ള ആ മുടിയുടെ അത്രയും നീളം മുറിച്ച് കഷ്ണമാക്കിയാണ് കൊണ്ടുവന്നത്. നീളമുള്ള മുടികൾ ഉണ്ടായിരുന്നത് അബൂദാബിയിലും ബോംബെയിലുമാണ്, മർക്കസിലല്ല. അങ്ങനെ ഒരു ധാരണ ചിലർക്കുണ്ട്, മർക്കസിൽ നീളമുള്ള മുടിയുണ്ടെന്ന്. മർക്കസിൽ നീളമുള്ള മുടിയില്ല, കഷ്ണം മാത്രമാണുള്ളത്. നമ്മുടെ കയ്യിലുള്ളതുപോലെ അതും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട മുടി തന്നെയാണ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ASRP എന്ന് പറഞ്ഞ ഐഡി ഉണ്ടോ അവിടെ? അദ്ദേഹത്തിന് ഡോട്ടൊന്നുമില്ല, ഉണ്ടെങ്കിൽ മൈക്ക് എടുക്കാം. അദ്ദേഹം ഉണ്ടോ? ഉണ്ടെങ്കിൽ റെസ്റ്റ് അടിക്കോ. അദ്ദേഹത്തിന് ഡോട്ട് ഇടാം. അടുത്തതാള് ഇക്ബാൽ 1. ഇക്ബാൽ 1ന് ഡോട്ട് എന്തെങ്കിലും? ഓക്കെ, ടെക്സ്റ്റ് ഡോട്ട് റിമൂവ് ചെയ്തു. ഓക്കെ, ഇക്ബാൽ 1 പറഞ്ഞ ആളുണ്ടോ അവിടെ? ഇക്ബാൽ 1 ഉണ്ടോ? ഇക്ബാൽ 1 എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ആൾ അവിടെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് അടിക്കുക. ഇക്ബാൽ 1. ഓക്കെ, അത് ഒഴിവാക്കാം. അടുത്തത് അബ്ദു വൈലത്തൂര്. ഡോട്ട് മാറ്റിയിട്ടുണ്ട്. അബ്ദു വൈലത്തൂരുണ്ടോ? ഓക്കെ, അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എനിക്ക് പറയാനുള്ളത്, സുന്നീസ് എന്നുള്ള ഉസ്താദ് ഇപ്പോ മറുപടി പറയുന്നത് കേട്ടു. ഖുതുബുദ്ദീൻ ഫിർദൗസിൽ നിന്ന് കിട്ടിയതാണെന്ന് ഇടക്ക് പറയും, ജാലിയവാലയിൽ നിന്ന് കിട്ടിയതാണെന്ന് ഇടക്ക് പറയും ഉസ്താദ്. ഇത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ എല്ലാ കുളേണ്ടർമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ AP ഉസ്താദ് ഖുതുബുദ്ദീൻ ഫിർദൗസിൽ നിന്ന് കിട്ടിയാണെന്ന് എവിടെങ്കിലും പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുമോ എന്നോ എന്റെ ചോദ്യം. കൃത്യമായ ഒരു മറുപടി തരണം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. സഹോദരൻ ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ തെളിയിച്ചതാണല്ലോ. ഇപ്പോഴാണ് ഇത് അറിയുന്നത് സഹോദരൻ. പാവം അറിയാഞ്ഞിട്ട് പറയായിരിക്കും. കാരണം എന്താ, ഓരോ ക്ലാസ് മാത്രം പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഫിർദൗസി വഴി എന്ന് പറയുന്നതും, പിന്നെ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട സനത്തിൽ ഫിർദൗസി ഇല്ലാത്തതും, പിന്നെ വറക്കാത്തി തങ്ങൾ മുഖാന്തരം തങ്ങന്മാർ മുഖാന്തരം എന്നൊക്കെ പറയുന്നത് മാറി മറിഞ്ഞും പറയുന്നതൊക്കെ അദ്ദേഹം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ വിശ്വസിച്ച് പോയിട്ടുണ്ടാവും.
നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത് കേൾക്കുന്നത് മുഴുവൻ അനുസരിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ സ്വഭാവം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാവാം. അള്ളാഹു അദ്ദേഹത്തിന് കേൾക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥമായി സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്കിനെയും അള്ളാഹു നൽകട്ടെ. അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആളുകളെ കൈകളിൽ ഉണ്ടാവും. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? ബഹുമാനപ്പെട്ട ആരെ കയ്യിലപ്പുള്ളത്? അബ്ദുൽ അലി അല്ലെങ്കിൽ അമീർ നല്ലൂർ സാഹിബ് ആരെങ്കിലും ഉണ്ടോ? CD ആരെ കയ്യിലെങ്കിലും ഉണ്ടപ്പോ? അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ തന്നെ വേണമെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കാം. ആരുടെയും കയ്യിലുണ്ടോ? ഞാൻ കേൾപ്പിച്ചു തരണോ? ഹലോ, ആയിക്കോട്ടെ. നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. അത് എടുക്കാനൊരു സമയം പിടിക്കും. അതുകൊണ്ടാണ്. ഹലോ, പോകരുത്. അയാൾ പോയിട്ടില്ലല്ലോ. അബ്ദുൽ പോകരുതല്ലേ? നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമ്മൾ ഈ വിഷയം സംബന്ധിച്ച് നമ്മൾ തരാം. കൈമല മുടിയാണ്, പിന്നെ കയ്യിലെ മുടിയുണ്ട്, കാലിലെ മുടിയുണ്ട്, പിന്നെ കയ്യിലെ മുടിയുണ്ട്, പിന്നെന്താ, പിന്നെ തലയിലെ മുടിയുണ്ട്, പിന്നെ താടിയോമമുണ്ട് എന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ കേൾപ്പിക്കാനും നമ്മളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ അള്ളാഹു ഒരു അവസരം തന്നതാണ് എന്ന് കരുതി അവിടെ നിൽക്കുക. ഫിറുദൗസിയുടെ ആദ്യം കേൾക്കാം ഇൻഷാ അല്ലാഹ്. അടുക്കൽ വരെ അവർ സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി പരിശുദ്ധ ദീനിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ശരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ ഹലോ, അസ്സലാമു അലൈക്കും. ഖുതുബുദ്ദീനുൽ ഫിർദൗസിനെ വഴിക്ക് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അത് ഖുതുബുദ്ദീനുൽ ഫിർദൗസി മുഖേന കിട്ടിയതാണെന്ന് ആവുമോ മുസ്ലിയാക്കന്മാരെ? നിങ്ങൾ തലയെക്കെട്ടും കെട്ടിയിട്ട് കള്ളം മാത്രം പ്രചരിപ്പിച്ച് നടന്നാൽ മതിയോ? ഖുതുബുദ്ദീനുൽ ഫിർദൗസിനെ വഴിക്ക് എന്നതിൽ വ്യക്തമായിട്ട് പറയണില്ലേ? ഞാൻ ഒരാളുടെ വഴിക്ക് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞാൽ ആളുടെ കിട്ടിയ. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾ സംസ്കാരമായിട്ട് സംസാരിക്കാൻ പഠിക്കണം ആദ്യം. നൂർ സാബ് മൈക്ക് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുതുബുദ്ദീൻ ഫിർദൗസിയുടെ വഴിക്ക് മുഹീദ്ദീൻ അങ്ങനെ കിട്ടി, അങ്ങനെ തന്നെ അർത്ഥം വെക്കുക. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഖുതുബുദ്ദീൻ ഫിർദൗസിക്ക് ഒരു മുടി കൊടുത്തു, ആ വഴിക്ക് കിട്ടിയാണ് എന്ന്. അങ്ങനെ ആ വഴിക്ക് വന്ന മുടിയാണെന്ന് പറഞ്ഞത്. അപ്പം കാന്തപുരം വായിച്ച സനദിലാണെങ്കിലോ ഖുതുബുദ്ദീൻ ഫിർദൗസി എന്നൊരു വാക്ക് കാണാനുമില്ല. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, മുഹീദ്ദീൻ ശൈഖിന്റെ പേര് കാണാനുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒരു മുടി ആർക്ക് കൊടുത്തു? ഖുതുബുദ്ദീൻ ഫിർദൗസി കൊടുത്തു. ആ വഴിക്ക് കിട്ടിയാറാ. പിന്നെ മുഹീദ്ദീൻ ശൈഖിന്റെ പേര് എങ്ങനെ വന്ന? പിന്നെ മുഹീദ്ദീൻ ശൈഖിന്റെ